തൊട്ടുമുമ്പ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ഈ കാലവർഷക്കാലത്ത് അതിൻ്റെ തണുപ്പിനെ വെല്ലുന്ന രീതിയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചൂട് പ്രസരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ഇതിൽ BJP ഇതേക്കുറിച്ച് പറയുന്നത് അവരതിനെ വലിയ രീതിയിൽ കാണുന്നില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പ് കെട്ടിയേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ BJP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനം അറിയിക്കുമെന്നുള്ളതിലേക്ക് പറഞ്ഞിരിക്കുന്നു. അതേസമയത്ത് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, തൃണമൂൽ കോൺഗ്രസിനെ UDFൽ ഘടകകക്ഷിയാക്കണമെന്ന കാര്യത്തിൽ ഒരു ഭാഗത്ത് പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്റർ PV അൻവർ സമ്മർദ്ദം ശക്തമാക്കുന്നു. പക്ഷേ ആ സമ്മർദ്ദത്തിന് UDF വഴങ്ങുമോ? രണ്ടാമത്തെ കാര്യം, ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ PV അൻവർ പ്രകടിപ്പിച്ച അതൃപ്തിയാണ്. ആ അതൃപ്തിക്ക് വഴങ്ങേണ്ടതില്ല എന്ന് UDF തീരുമാനിച്ചു എന്ന് പറയേണ്ടി വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. എന്തായാലും PV അൻവർ തൻ്റെ അതൃപ്തി നേരത്തെ അറിയിച്ചിരുന്നു. വേണ്ടി വന്നാൽ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് അൻവർ പറഞ്ഞത്. പ്രസാദ് കാളിദാസ് ചേരുന്നു. പ്രസാദ് കാളിദാസൻ, UDFനെ സംബന്ധിച്ചിട്ട് PV അൻവറിൻ്റെ ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങേണ്ടതില്ല. അങ്ങനെ വഴങ്ങിയാൽ അത് UDFൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന രീതിയിലാവും. ശക്തമായ നിലപാടുള്ള ഒന്നാണ് UDF. അത് PV അൻവറിനെ പോലുള്ള ഒരാളുടെ ആവശ്യത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥിയാക്കുക എന്നതിൽ നിന്ന് മാറ്റുന്ന ഒരു അവസ്ഥ വന്നാൽ അത് തെറ്റായ തീരുമാനമാകുമെന്ന് പറയാവുന്ന രീതിയിൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുമെന്നുള്ള രീതിയിലേക്ക് ആ പ്രഖ്യാപനം വരുമോ ഉടൻ തന്നെ? തീർച്ചയായും MS, കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആര്യാടൻ ഷൗക്കത്ത് തന്നെ മതി സ്ഥാനാർത്ഥി എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു KPCC നേതൃത്വം എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിലെ മണിക്കൂറിൽ ലഭിക്കുന്ന സൂചനകൾ എന്ന് പറയുന്നത്. അതായത് PV അൻവറിനെ തള്ളിയൊരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിച്ചാൽ താൻ തന്നെ ഇറങ്ങി മത്സരിക്കുമെന്നുള്ള തരത്തിലൊക്കെയാണ് PV അൻവർ മണിക്കൂറുകൾക്ക് മുമ്പ് വാർത്താ സമ്മേളനത്തിൽ അടക്കം പറഞ്ഞിരുന്നത്. അതായത് ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഒരു പരസ്യ പോരാട്ടം തന്നെയാണ്, പരസ്യ പോരാട്ടത്തിന് തന്നെ താൻ ഒരുങ്ങുമെന്നുള്ള തരത്തിലാണ് PV അൻവറും പറഞ്ഞിരുന്നത്. ഇതിനു മുമ്പേ തന്നെ ഈ ഒരു PV അൻവറിനെ സംബന്ധിച്ച് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഉണ്ടായതിനെ തുടർന്ന് PV അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും PV അൻവറിന്റെ ചില പ്രതികരണങ്ങൾ അത്തരത്തിൽ തന്നെയായിരുന്നു. കാരണം മാധ്യമങ്ങൾ ചോദിച്ചത് ആര്യാടൻ ഷൗക്കത്തിനെയോ VS ജോയിയോ നിർത്തും, അതിൽ ആർക്കാണ് സാധ്യത, ആര് നിർത്തിയാൽ ജയിക്കുമെന്നുള്ള തരത്തിലൊക്കെ ചോദിച്ചപ്പോൾ ഏത് ചെകുത്താനെ നിർത്തിയാലും ജയിക്കുമെന്നുള്ള തരത്തിലാണ് PV അൻവർ അടക്കം ആ സമയം മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞത്. അതായത് പരോക്ഷമായി ആര്യാടൻ ഷൗക്കത്തിനോട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുക തന്നെയാണ് ആ സമയത്തും PV അൻവർ ചെയ്തിരുന്നത്. ഇപ്പോൾ നിലവിൽ ആര്യാടൻ ഷൗക്കത്തിലേക്ക് തന്നെ പേരെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ KPCC നേതൃത്വം ആര്യാടൻ ഷൗക്കത്ത് തന്നെ മതി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി UDFനെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. AICCക്ക് നിർദ്ദേശം നൽകുമ്പോഴും ഈ ഒരു ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് മാത്രമേ ഉണ്ടാകൂ എന്നുള്ള തരത്തിൽ തന്നെയാണ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ ഈ ഒരു PV അൻവറിന്റെ അതൃപ്തിയും വലിയ രീതിയിൽ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതിലൊരു പ്രതിരോധത്തിലാകും UDF എന്നുള്ള തരത്തിലൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ആ ഒരു ഭീഷണിക്ക് അല്ലെങ്കിൽ PV അൻവറിന്റെ ആ ഒരു അതൃപ്തി കണക്കാക്കുന്നില്ല UDF നേതൃത്വം അല്ലെങ്കിൽ KPCC നേതൃത്വം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു നിലപാടിൽ നിന്ന് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ ഈ രണ്ട് പേരുകൾ തന്നെയായിരുന്നു സ്ഥാനാർത്ഥിയായി കണ്ടിരുന്നത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി ആളുകൾ കരുതിയിരുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു പേരുകളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ഈ ഒരു KPCC നേതൃത്വത്തിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ UDF മുന്നണിയിലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം മറ്റൊരു പേരുകളും ഒരു ഘട്ടത്തിൽ പോലും UDFന്റെ ഇടയിലേക്ക് വന്നിട്ടില്ല. UDF നേതാക്കൾ തന്നെ പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യം ഞങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആര് സ്ഥാനാർത്ഥിയാകണമെന്നുള്ളതിനെ തീരുമാനിക്കാനുള്ള അവസരമെങ്കിലും ഞങ്ങൾക്ക് വിട്ടുതരൂ എന്നുള്ള തരത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞിരുന്നത്. എന്നാൽ അങ്ങനെ പറയുമ്പോൾ പോലും ഈ രണ്ട് പേരുകൾ തന്നെയായിരുന്നു ഓരോ ചർച്ചയിലും എടുത്തു നിന്നിരുന്നത്. ആര്യാടൻ ഷൗക്കത്ത് വേണോ, അല്ലെങ്കിൽ PV അൻവർ നിർദ്ദേശിച്ച പോലെ VS ജോയ് വേണോ എന്നുള്ള തരത്തിൽ. അത്തരത്തിൽ PV അൻവറും കരുതിയിരുന്നത് ഇത്തരത്തിൽ താൻ ഒരു അതൃപ്തി രേഖപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ VS ജോയിയെ വലിയ രീതിയിൽ പരിഗണിക്കും, അല്ലെങ്കിൽ AICCക്ക് നൽകുന്ന ആ ഒരു പട്ടികയിൽ VS ജോയിയുടെ പേരും കൂടി ഉൾപ്പെടുത്തുമെന്നുള്ള തരത്തിലായിരുന്നു PV അൻവറിനെയും പ്രതീക്ഷ എന്നുള്ളത് തന്നെ വേണം കരുതാൻ. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ PV അൻവറിന്റെ ആ ഒരു അതൃപ്തി തള്ളി ആര്യാടൻ ഷൗക്കത്തിന്റെ പേര്
മാത്രം നിർദ്ദേശിച്ചാൽ മതി, ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് മാത്രം ഹൈക്കമാൻഡിന് കൊടുത്താൽ മതി എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേര് നൽകുന്നതിനോടൊപ്പം തന്നെ പിന്നീട് അധികം താമസിയാതെ തന്നെ ആ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും UDF നടത്തുമെന്നുള്ളതാണ്. KPCCയുടെ കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്നിരുന്നു. ഇവിടെ കൊച്ചിയിൽ KPCC അധ്യക്ഷൻ അടക്കം പങ്കെടുക്കുന്ന ഒരു യോഗമാണ്. ആ ഒരു യോഗത്തിനെ സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തത് എന്നുള്ളതും കൂടി നമുക്ക് കൃത്യമായി അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ വിവരങ്ങൾക്കനുസരിച്ച് PV അൻവറിന്റെ അതൃപ്തി തള്ളിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്തിലേക്ക് തന്നെ ഉറപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു UDF നേതൃത്വം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ അറിയാൻ സാധിക്കുന്നത്. UDFന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം മാത്രമാണ് ഇനി വരാനുള്ളത്. അത് KPCCയുടെ തീരുമാനം AICCയെ അറിയിക്കുന്നു. AICCയിൽ നിന്ന് അത് ശരി സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള ഔദ്യോഗികമായ ഒറ്റ വാക്യത്തിലുള്ള ഒരു രേഖാമൂലമായ ഒരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടായിരിക്കും. നിങ്ങൾ തീരുമാനിച്ച് കൃത്യമായി ഏകകണ്ഠമായിട്ട് സ്ഥാനാർത്ഥിയെ അറിയിക്കുക എന്നതായിരുന്നു AICCയുടെ ഭാഗത്തുനിന്നുണ്ടായ നിർദ്ദേശം. ആ രീതിയിൽ ഔദ്യോഗികമായി ഒരു സ്ഥാനാർത്ഥി മറ്റ് പേരുകളൊന്നുമില്ലാതെ ഒറ്റപ്പേര് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള നിലയ്ക്ക് മാത്രം ആണ് എങ്കിൽ ഒരു സംശയവുമില്ല, തൊട്ടുപിറകെ അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാവും. ഷൗക്കത്തിൻ്റെ പേര് മാത്രമാണ് KPCC ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുള്ളത് ഇപ്പോൾ എന്നാണ് അറിയുന്നത്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അപ്പോൾ പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഷൗക്കത്തിൻ്റെ പേര് മാത്രമാണ് KPCC ഹൈക്കമാൻഡിന് കൈമാറിയിരിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് ആ വാർത്ത നമ്മുടെ മുന്നിൽ ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്നു. നേരത്തെ പ്രസാദ് കാളിദാസ് സൂചിപ്പിച്ചതുപോലെ DCC പ്രസിഡന്റ് VS ജോയി സ്ഥാനാർത്ഥി ആയേക്കുമെന്നുള്ള തരത്തിൽ വന്ന വാർത്തകളൊക്കെ നിഷ്പ്രഭമാവുന്നു. ഈ സമയത്ത് KPCC അധ്യക്ഷൻ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടിയിരുന്നു. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകാൻ പോകുന്നു. PV അൻവറിന് വഴങ്ങുകയില്ല എന്നുള്ള ഒരു തീരുമാനം കൃത്യമായിട്ട് അതിൽ നീലിക്കുന്നുണ്ടോ, പ്രകടമാവുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. D ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. D ബിനോയ്, UDFന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകാൻ പോകുന്നു, PV അൻവറിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള ഒരു രീതിയിൽ ഈ വാർത്തയെ UDF ആ രീതിയിൽ കൃത്യമായ നിലപാടെടുത്തു എന്ന് പറയാൻ കഴിയുമോ? അതോ ഈ പറയുന്ന രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നു, സമാന്തരമായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നണി പ്രവേശനം അത് ഈ ഉപതെരഞ്ഞെടുപ്പിന് സമയത്ത് തിരക്കിട്ട് നൽകുന്നതിന് പകരം അത് കഴിഞ്ഞാൽ നൽകാമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നൽകാമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താവും എന്നുള്ള ഒരു ആകാംക്ഷ ഈ പ്രഖ്യാപനത്തോടൊപ്പം ഉണ്ട്. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? MS രാവിലെ മുതൽ തന്നെ നമ്മൾ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തപ്പോഴേക്കും അവർ പറഞ്ഞ ഒരു കാര്യം, പല ആവർത്തി PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ, അതായത് UDFന് വിഘാതമുണ്ടാക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നീക്കങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ചില കോൺഗ്രസ് നേതാക്കന്മാർ എത്തിയിരുന്നു. ഒപ്പം മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടി ഇവർക്ക് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ലഭിച്ചതോടെയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ VS ജോയിയുടെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും പേരുകളായിരുന്നു പരിഗണനയിലുണ്ടായിരുന്നത്. എന്നാൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അത് തത്വത്തിൽ KPCCയും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് UDFന്റെ മുന്നിലേക്ക് ഈ പേര് കൊണ്ടുവരിക, അതിന് ചർച്ച ചെയ്യുക, അതിന് പിന്നീട് മത്സരിക്കുന്നതിന് വേണ്ടി ആര്യാടൻ ഷൗക്കത്തിന് അനുമതി നൽകുക. ഇതാണ് ഈ രണ്ടാമത്തെ ഘട്ടം. അതേസമയം AICC തത്വത്തിൽ നേരത്തെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുന്നതിനോടുള്ള താല്പര്യം KPCC ഭാരവാഹികളെ അറിയിച്ചിരുന്നു. ഹൈക്കമാൻഡിന്റെ പിന്തുണയും KPCC നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ ചർച്ചകൾക്ക് പോകാതെ ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നേരത്തെ തന്നെ, അതായത് ഇവിടെ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കരുത്, പകരം VS ജോയിയെ തന്നെ മത്സരിപ്പിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അത് പിന്നീട് കുറച്ച്, അതായത് കഴിഞ്ഞ ദിവസം വരെ അത് നിശബ്ദമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഏത് ചെകുത്താൻ മത്സരിച്ചാലും തൃണമൂൽ കോൺഗ്രസ് അവരുടെ പിന്തുണ നൽകും എന്നായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയാണ് കളം മാറി PV അൻവർ രംഗത്തെത്തിയത്. ഇപ്പോൾ പറയുന്നത് UDFിലെ അംഗത്വവും ഒപ്പം ആര്യാടൻ ഷൗക്കത്തിന് പകരം VS ജോയി എന്ന നേതാവിലേക്ക് വരണം എന്നുള്ളൊരു ആവശ്യവും ഉന്നയിച്ചത്. തത്വത്തിൽ ഇത് UDFിലെ അംഗത്വം എന്നുള്ളത് ഉടനെ തന്നെ ചർച്ച ചെയ്ത് പരിഗണിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇവർ പറയുന്നത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ PV അൻവറിന് UDFിൽ അംഗത്വം വേണം എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു നീക്കം നടക്കണമെങ്കിൽ UDF യോഗം ചേരണം.
UDF-ലെ ഘടകകക്ഷികൾ ഒന്നടങ്കം അതിന് പിന്തുണ നൽകണം. മാത്രവുമല്ല മറ്റ് ചില പാർട്ടികൾ കൂടി UDF-ലേക്ക് വരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവർക്ക് വലിയ തരത്തിലുള്ള വേരോട്ടം കേരളത്തിലില്ല. അത്തരത്തിൽ വേരോട്ടമില്ലാത്ത ഒരു പാർട്ടിക്ക് വളരെ വേഗത്തിൽ UDF-ലേക്ക് അംഗത്വം നൽകുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല എന്ന് തന്നെയാണ് ചില ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഒരു പക്ഷേ ഒരു സമവായം എന്ന നിലയ്ക്ക് PV അൻവറുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് രംഗത്തെത്തും. അങ്ങനെ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി ഒരു പക്ഷേ ഈ ചർച്ചകൾ നടത്തി തൽക്കാലം PV അൻവറിനെ തണുപ്പിച്ച് കൂടെ നിർത്തുക എന്നതായിരിക്കും കോൺഗ്രസിന്റെ നിലപാട്. എന്തായാലും PV അൻവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. വേണമെങ്കിൽ ചിലപ്പോൾ മത്സരിക്കും എന്ന തരത്തിലേക്കൊക്കെ അദ്ദേഹം രാവിലെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അത്തരത്തിൽ ഒരു മത്സരത്തിലേക്ക് അൻവർ പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഒരു പക്ഷേ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ അൻവറുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്താനും ഇടയുണ്ട്. എന്നാൽ AICC നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ AICC നേതാക്കന്മാർക്കോ ഹൈക്കമാൻഡിനോ അൻവറിനെ UDF എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇതുവരെയായും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെങ്കിലും കുറെ സമയമെടുക്കും. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിനകത്ത് തന്നെ ഒരു സമവായത്തിലൂടെ PV അൻവറിനെ കൂട്ടം നിർത്തി കൊണ്ടുപോകും. ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു കല്ലുകടി ഉണ്ടാക്കേണ്ട നിലപാട് സ്വീകരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ നാളുകൾ കൂടാതെ അല്ലെങ്കിൽ ഒരു പക്ഷേ വലിയ താമസമില്ലാതെ UDF-ലേക്ക് പ്രവേശനം നൽകാം എന്ന് പറഞ്ഞുറപ്പിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. എന്തായാലും സാധാരണഗതിയിൽ UDF-ൽ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമ്പോഴുള്ള ചില കല്ലുകടികളൊക്കെ ഇപ്പോഴും തുടക്കത്തിലേ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാർക്കും UDF ഘടകകക്ഷികൾക്കുമുണ്ട്. അങ്ങനെ UDF-ലേക്കുള്ള പ്രവേശനം ഇപ്പോൾ ധൃതി പിടിച്ച തിരക്ക് പിടിച്ച് നൽകിയില്ല എങ്കിൽ പോലും അത് സമീപഭാവിയിൽ നൽകാം എന്നുള്ള ഒരു വാഗ്ദാനത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് PV അൻവറിനെ പോലെയുള്ള ഒരു നേതാവ് അടങ്ങിയിരിക്കുമോ മുന്നോട്ട് പോകുമോ എന്നുള്ള സംശയമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. കാരണം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം ഏത് രീതിയിൽ നേടിയെടുക്കുക അത് അഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ട് UDF കണക്കിലെടുക്കുന്നു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും മറ്റും അഭിമുഖീകരിക്കുമ്പോൾ PV അൻവർ ഘടകം വേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് വീണ്ടും ആലോചിക്കാനും ഇപ്പോൾ നൽകിയ വാഗ്ദാനം പിന്തള്ളപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് PV അൻവറിന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരർത്ഥത്തിൽ ഇപ്പോൾ D വിനോദ് സൂചിപ്പിച്ചതുപോലെ PV അൻവറിനെ പ്രകോപിതനാക്കുന്ന രീതിയിൽ തള്ളിപ്പറയേണ്ടതില്ല. ഒരു വാഗ്ദാനത്തിൻ്റെ ഒരു ഇളവ് അങ്ങോട്ട് കൊടുക്കുക, അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള നിലയിലേക്കായിരിക്കുമോ പോയിട്ടുണ്ടാവുക? തീർച്ചയായും അങ്ങനെ തന്നെ. കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏകദേശം 8 മാസം അല്ലെങ്കിൽ 9 മാസം മാത്രമാണുള്ളത്. ആ സമയത്ത് ഈ പ്രശ്നങ്ങൾ പരിഗണിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒന്നിൽ കൂടുതൽ സീറ്റുകൾ നൽകി ഒപ്പം നിർത്താം എന്നൊക്കെ ഉള്ള വാക്കുകൾ നൽകിയായിരിക്കും ഒരു പക്ഷേ ഒരു അനുനയ ശ്രമത്തിലൂടെ PV അൻവറിനെ ഒപ്പം കൂട്ടുക. PV അൻവർ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഒന്നിൽ കൂടുതൽ സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുക. അങ്ങനെ മത്സരിച്ച് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു ചില അവകാശവാദങ്ങൾ കൂടി ഉന്നയിക്കാൻ ഒരു അവസരം കിട്ടും. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു തന്ത്രപരമായ നീക്കം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ കഴിയും. കാരണം ഇന്നലെ വരെ നിശബ്ദനായിരുന്ന UDF-ന് പൂർണ്ണ പിന്തുണ അറിയിച്ച എല്ലാവരുടെ ഒപ്പം നിന്ന അൻവർ ഇന്ന് രാവിലെയാണ് കളം മാറ്റിയത്. അതായത് കൃത്യമായി പറയുന്നു, ഷൗക്കത്തിനെ അംഗീകരിക്കാനാകില്ല, നല്ല ചെകുത്താനെ മത്സരിപ്പിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ UDF പ്രവേശനം വൈകാൻ പാടില്ല. അങ്ങനെ ഇത്തരത്തിൽ വലിയ കല്ലുകടിയുടെ ശബ്ദങ്ങളായിരുന്നു അത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും കോൺഗ്രസ് നേതാക്കന്മാർ ആദ്യഘട്ട ചർച്ചകൾ നടത്തും, ഒരു സമവായത്തിലുള്ള നീക്കം നടത്തുമെന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. UDF കൺവീനറും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയില്ല, പ്രത്യേകിച്ചും അത് മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ UDF-ലെ ഏറ്റവും രണ്ടാമത്തെ കക്ഷി എന്ന നിലയ്ക്ക് ഒരു പക്ഷേ ലീഗുമായി ഒരു ചർച്ച നടത്തും. ലീഗും കോൺഗ്രസും ചർച്ച നടത്തിയതിനായി ശേഷമായിരിക്കും അൻവറുമായി ആരൊക്കെ ചർച്ച നടത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാട് തന്നെ കോൺഗ്രസ് എടുത്തിരിക്കുന്നു. അതിന് ധീരമായ തീരുമാനമെന്ന് ഒരു പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം, അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ നേരത്തെ CPM-നോട് എടുത്ത നിലപാടുകൾ അത് കോൺഗ്രസിന്റെ മുന്നിൽ ഒരു പാഠമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും അൻവർ എന്താണോ CPM-നോട് ഏത് തരത്തിലുള്ള ഒരു നാടകമാണോ കളിച്ചത്, ആ നാടകം ഇനി ഒരു പക്ഷേ UDF-ന്റെ ഒരു കോൺഗ്രസിന് നേരെ കൊണ്ടാനുള്ള സാധ്യത ഇവരും മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് ഒരു മുന്നണി പ്രവേശനം എന്ന കാര്യത്തിനോട് ഒരു ലീഗോ അല്ലെങ്കിൽ കോൺഗ്രസോ ആദ്യഘട്ടത്തിൽ തയ്യാറെടുക്കാനുള്ള സാധ്യതകൾ കുറവാണ്.
മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ അൻവർ അല്ലെങ്കിൽ അൻവർ പിന്നെ എന്തുമാത്രം വോട്ട് നിലമ്പൂരിൽ സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ തെളിവുകളിൽ ഒന്നായി അവർ കണക്കാക്കപ്പെടുന്നത് 2 പ്രാവശ്യമാണ് അൻവർ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ചത് വിജയിച്ചത്. 2ാം പ്രാവശ്യം മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷത്തിലുണ്ടായ കുറവും ജനസമ്മതിയിലുണ്ടായ കുറവുമൊക്കെ കണക്കാക്കിയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഒരു പ്രകോപനം അൻവറിൽ നിന്ന് ഉണ്ടാകാത്ത തരത്തിൽ ഒരു സമവായത്തിലൂടെ തൽക്കാലം കൂടെ നിർത്തി പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാര്യങ്ങൾ പരിഗണിക്കാത്ത തരത്തിലേക്ക് പറഞ്ഞു വെക്കുകയും അതെ, ആ സമയത്ത് കാര്യങ്ങൾ പരിഗണിക്കാം എന്നുള്ള നിലയ്ക്ക് ആയിരിക്കണം UDFന്റെ ഇപ്പോഴത്തെ മനസ്സിലിരിപ്പ്. ഡി ബിനോയിലേക്ക് തിരികെ എത്താം. നിലമ്പൂരിൽ നിന്ന് ഉള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ, ഈ ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു തീരുമാനത്തിന്റെ തുമ്പത്ത് നിൽക്കുമ്പോൾ പ്രഖ്യാപനം മാത്രമേ ഇനി വേണ്ടതുള്ളൂ. നിലമ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ നോക്കാം. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം UDF സ്ഥാനാർത്ഥി ആരായാലും അവരെ വിജയിപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുക. സ്ഥാനാർത്ഥി ആര് എന്നത് ചർച്ചയല്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് UDF പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് പൂർണ്ണ സജ്ജമായി നിൽക്കുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത്. സ്ഥിരം ഇവിടെ നിന്ന് തന്നെയാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തനത്തിൽ ഇറങ്ങാറ്. അത്തരത്തിലുള്ള പ്രഖ്യാപനത്തിന് വേണ്ടി UDFന്റെ സ്ഥാനാർത്ഥിക്കുള്ള പ്രഖ്യാപനത്തിന് വേണ്ടി ഉള്ള കാത്തിരിപ്പായിട്ടാണ് ഇവിടെ മുഴുവൻ പ്രവർത്തകരും എത്തിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി ഏതായാലും ഇന്നതെന്തായാലും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. അതിനിടക്ക് അൻവർ സമ്മർദ്ദത്തിലാക്കുകയാണ്. അല്ലാതെ അൻവറിന്റെ ഉദ്ദേശവും UDF ഒക്കെ പിണറായിക്കെതിരെയുള്ള പോരാട്ടമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ പോരാട്ടവുമായി UDF മുന്നോട്ട് പോകും. അതെ, അൻവർ സമ്മർദ്ദത്തിലാക്കുകയാണ് എന്നാണ് ആര്യാടൻ മുഹമ്മദിന്റെ വസതിയിൽ തയ്യാറായി നിൽക്കുന്ന പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലരെങ്കിലും പറയുന്നത്. അപ്പോൾ ആ സമ്മർദ്ദത്തിന്, അതായത് ആര്യാടൻ ഷൗക്കത്ത് അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി നിശ്ചയിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇതാ UDFും കോൺഗ്രസും സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കുന്നു എന്നുള്ള വ്യാഖ്യാനവും വരുമായിരുന്നു. ഡി ബിനോയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ഡി ബിനോയ്, ഇനി ഉള്ള 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളത് ഉറപ്പിക്കപ്പെടുന്നു. ഇനി PV അൻവർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള ചോദ്യം വരുന്നു. PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ളതിലേക്ക് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്ന് വന്നാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കെട്ടിയേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞ് മാറി നിന്ന BJPക്കും അങ്ങനെ വെറുതെ നിൽക്കാൻ കഴിയില്ല. BJPക്കും മത്സരിക്കേണ്ടി വരും. കാരണം PV അൻവർ കൂടി മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് 3 പ്രധാനപ്പെട്ട മത്സരമാകുന്നു. അവിടെ BJP മാറി നിൽക്കുന്നത് ഉചിതമാവില്ല. ആ വോട്ടുകൾക്കെല്ലാം പ്രാധാന്യം വരുന്നു. ചെറിയ രീതിയിലുള്ള വോട്ടും ശതമാനമാണെങ്കിൽ പോലും ഈ UDFും LDFും ഒറ്റയ്ക്ക് PV അൻവറും ഉണ്ട് എങ്കിൽ BJPക്കും അവിടെ രംഗപ്രവേശനം ചെയ്യേണ്ടി വരും. അതോടുകൂടി താരതമ്യേന അപ്രസക്തമായി വലിയ രീതിയിൽ ചർച്ചയാവാതെ പോകേണ്ടിയിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ ശ്രദ്ധാവിഷയമായി തീരും, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ MSA പറയാൻ കഴിയും. കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ആ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സമ്മർദ്ദ തന്ത്രം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ PV അൻവർ കാണുന്നില്ല. കാരണം ഇനി എന്തായാലും LDFിലേക്ക് അല്ലെങ്കിൽ ഇടതു മുന്നണിയിലേക്ക് അദ്ദേഹം തിരിച്ചു പോകാൻ കഴിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അവിടെ ഒരു വോട്ടിംഗ് ശതമാനത്തിലോ അല്ലെങ്കിൽ UDFിനോ ഒരു പരാജയം ഉണ്ടാകുന്ന തരത്തിലേക്ക് നീക്കങ്ങൾ നടത്താൻ കഴിയും എന്നതിനപ്പുറം മറ്റു കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആണ് കോൺഗ്രസ് നേതാക്കന്മാർ നേരത്തെ മുതൽ പറയുന്നത്, അതൊരു വിഭാഗം നേതാക്കൾ ശക്തമായ ഭാഷയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇത്തരം തന്ത്രങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കാൻ പാടില്ല. ആരെയാണോ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരുന്നത് ആ സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന നിലപാട് മുതിർന്ന നേതാക്കന്മാർ തന്നെ സ്വീകരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒപ്പം നിലവിലെ സാഹചര്യത്തിൽ അവിടെ പാർട്ടിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷകളുണ്ട്. പ്രത്യേകിച്ചും മലയോര മേഖലയുമായി ബന്ധപ്പെട്ട വോട്ടുകൾ, ഒപ്പം ന്യൂനപക്ഷ വോട്ടുകളൊക്കെ തന്നെ കൃത്യമായി ആര്യാടൻ ഷൗക്കത്തിന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അൻവറിനെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത ചില നിലപാടുകൾ കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇടപെട്ടു എന്നൊരു ചർച്ച അവിടെ നടക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അൻവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വോട്ട് അല്ലെങ്കിൽ വോട്ടർമാരുടെ പിന്തുണ അൻവറിന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് കോൺഗ്രസിന്റെയും വിലയിരുത്തൽ.
അതുകൊണ്ട് തന്നെയാണ് ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സമവായം അതിനപ്പുറത്തേക്ക് അൻവർ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു നടപടിയിലേക്കും അവർ പോകില്ല. മത്സരം കടുക്കും. നേരത്തെ MS സൂചിപ്പിച്ചതുപോലെ തന്നെ BJPക്ക് മത്സര രംഗത്തേക്ക് വരേണ്ടി വരും. കാരണം BJP ഇപ്പോൾ പറയുന്നത് അവരുടെ ലക്ഷ്യം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ്. അതല്ലാതെ മനഃപൂർവ്വം തള്ളിയിടപ്പെട്ട ഒരു മത്സരത്തിലേക്ക് BJP മത്സരിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP നിലവിലെ സാഹചര്യത്തിൽ NDA സഖ്യം മത്സരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആരാണോ ജയിക്കുന്നത്, LDF ആയാലും UDF ആയാലും ജയിക്കുന്നത്, ആ ജയിക്കുന്നവർക്ക് എതിർ അല്ലെങ്കിൽ പരാജയപ്പെട്ട മുന്നണികൾ കൃത്യമായും BJPയെ പഴിചാരും. അത് ഉറപ്പാണ്. കാരണം BJPയുടെ വോട്ടുകൾ ഏത് മുന്നണിയാണ് ജയിച്ചത് അവർക്ക് അനുകൂലമായി ലഭിച്ച തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ BJP മത്സരരംഗത്തേക്ക് വരും. നേരത്തെ MS സൂചിപ്പിച്ചതുപോലെ അൻവർ മത്സരരംഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ NDA വരും. NDAയുടെ ഘടകകക്ഷികളിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും ഒരുപക്ഷെ മത്സരിക്കാനുള്ള സാധ്യതയും. MS അതെ, UDFന്റെ പ്രഖ്യാപനം ഉടൻ എന്ന് പറഞ്ഞാലും അത് രാത്രിയെങ്കിലും ആവാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഈ KPCCയുടെ ഭാഗത്തുനിന്ന് അറിയിപ്പ് പോകുന്നു, അതിൻ്റെ ഒരു തീരുമാനം വരുന്നതിന് പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് നൽകുന്നത് പോലെ ശരി അംഗീകരിച്ചിരിക്കുന്നു, അറിയിച്ചോളൂ എന്നുള്ള രീതിയിലല്ലല്ലോ ഹൈക്കമാൻഡിൻ്റെ ഒരു രീതി. അതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. സ്ഥാനാർത്ഥിയായിട്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് ഹൈക്കമാൻഡിന് KPCC കൈമാറിയിരിക്കുന്നു. ഏകദേശം ഇന്ന് രാത്രിയോടുകൂടിയാണോ അതോ അതിന് സാധാരണഗതി പ്രകാരം അതിന് മുമ്പേ തന്നെ പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ടോ? തീർച്ചയായും അത് നേരത്തെ തന്നെ അവർ സൂചിപ്പിച്ചിരുന്നത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് നാളെ മുതൽ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിലും ഉൾപ്പെടെ മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും ഘടകകക്ഷി നേതാക്കളും എല്ലാം സംഘടിച്ച് നിൽക്കുന്നത്. കാരണം ഇന്ന് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ പ്രവർത്തനവുമായി ഇറങ്ങാം എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. എന്നാൽ ഇവിടെ ഈ പേര് KPCC തീരുമാനിച്ചാൽ ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് എത്തും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിമാരെ പേര് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഉയർന്നു വരുന്ന ഒരു പ്രശ്നം അൻവർ മുന്നോട്ട് വെച്ച ചില വാദങ്ങളാണ്. ആ വാദങ്ങൾ എങ്ങനെ പരിഗണിക്കപ്പെടാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ അത്തരത്തിൽ ഒരു ചർച്ച വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നീണ്ടുപോകാനിടയുള്ളൂ. ഇല്ലെങ്കിൽ KPCC ഈ മുന്നോട്ട് കൊടുക്കുന്ന ആ പേര് AICC അംഗീകരിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള അനുമതി. എന്നാലും നിലവിൽ ഇന്ന് രാത്രി തന്നെ അത് പ്രഖ്യാപിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. കാരണം ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിക്കകത്ത് ഒരിക്കൽ പോലും വിയോജിപ്പുണ്ടാകാത്ത തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളൊരു നേട്ടം നേരത്തെ തന്നെ പുതുപ്പള്ളിയിലും ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കം അവർ നടത്തും. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ വിയോജിപ്പുകൾ ഉണ്ടാവാതെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഒരു മേൽക്കൈ നൽകും എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. അതേസമയം CSOയെ സംബന്ധിച്ചിടത്തോളം CSOയ്ക്ക് സമുദായവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ളൊരു വാദഗതിയാണ് CSOയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് നിർദ്ദേശിക്കുന്ന PV അൻവറും ഒപ്പം ജോയിയോടൊപ്പം നിൽക്കുന്ന ആളുകളും പറയുന്നത്. അത്തരത്തിൽ ഉള്ള ബന്ധം എന്തുമാത്രം ഉണ്ട് എന്നുള്ളതൊന്നും നിലവിലെ സാഹചര്യത്തിൽ മുഖവിലിച്ചെടുക്കില്ല. ഷൗക്കത്ത് എന്ന ഒറ്റപ്പേരിലേക്ക് തന്നെ പോകും. ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഘടകകക്ഷികളും കോൺഗ്രസ് നേതാക്കന്മാരും ഇടപെട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് നിലവിലെ നീക്കമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. MS ഈ വാർത്തയ്ക്ക് തുടർച്ചകളുണ്ട്. ഒരു ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോഴും D ബിനോയ് തുടരും. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയിലേക്ക് വരാം. പുഷ്പ